ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ചേർത്തല ജൈനമ്മ കൊലപാതക കേസിലെ നിർണായക സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18. കൊലപാതകം നടത്തിയ ശേഷം വരാന്തയിലിരുന്ന് സെബാസ്റ്റ്യൻ ഒരു കുപ്പി മദ്യം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് ഫ്രിഡ്ജ് വാങ്ങി. ന്യൂസ് 18നോട് സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഓട്ടോ ഡ്രൈവർ മനോജ്. പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. നടപടി മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുന്നു. ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ വരാപ്പുഴ ഉരുട്ടി കൊലപാതക കേസിൽ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാൾ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ശർമ്മയ്ക്ക് നേരെ പൊതുപരിപാടിക്കിടെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖത്തടിച്ചു. സംഭവം ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിൽ. പരുക്കേറ്റ രേഖ ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി പിടിയിൽ. അപലപിച്ച് ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്ക്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന് അന്വേഷണ സമിതി. കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൽ. ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച പറ്റി. ജയിലിലെ അവസ്ഥ വളരെ മോശമാണെന്നും അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണവും ആവശ്യമാണെന്നും കണ്ടെത്തൽ. യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ഇന്നലെ അറസ്റ്റ് തടഞ്ഞത് നിരവധി ചോദ്യങ്ങളോടെ. വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ വേടൻ തന്നെ വഞ്ചിച്ചത് മാനസികമായി തകർത്തെന്ന് പരാതിക്കാരി. താരസംഘടന അമ്മയുടെ പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയത്തിനകം. കൊച്ചിയിലെ അമ്മ ഓഫീസിൽ യോഗം. മെമ്മറി കാർഡ് വിവാദവും സംഘടനയിലെ വിഭാഗീയതയും ചർച്ചയാകും. സംഘടനയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് പത്രിക നൽകും. ജയമുറപ്പിച്ച് BJP ക്യാമ്പ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന്. സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പങ്കെടുക്കും. സുദർശൻ റെഡ്ഡിയുടെ പത്രികാ സമർപ്പണം നാളെ. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ തീരുമെന്ന പ്രതീക്ഷയകലുന്നു. സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. മോസ്കോയിലെത്തി പുടിനുമായി ചർച്ചയ്ക്കിരിക്കാൻ സെലൻസ്കി തയ്യാറാകില്ലെന്ന് റിപ്പോർട്ട്. മധ്യസ്ഥ ശ്രമം തുടർന്ന് ഡൊണാൾഡ് ട്രംപ്. തർക്കങ്ങൾ പരിഹരിച്ച് ബന്ധം സുശക്തമാക്കാൻ ഇന്ത്യയും ചൈനയും. ഈ മാസം അവസാനം പ്രധാനമന്ത്രി ചൈനയിലേക്ക്. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നത് ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗുണം ചെയ്യുമെന്ന് നരേന്ദ്രമോദി. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിശ്ചയിക്കാനും ധാരണ. ഇടുക്കിയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. മരിച്ചത് രാജാക്കാട് സ്വദേശി വെട്ടികുളം വീട്ടിൽ മധു. മകൻ സുധീഷ് മധുവിനെ ക്രൂരമായി മർദ്ദിച്ചത് ഓഗസ്റ്റ് 14-ന്. മരണം തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. സുധീഷ് നിലവിൽ റിമാൻഡിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ചു കൊന്ന പ്രതി പിടിയിൽ. മൂങ്കിൽമട സ്വദേശി ആറുചാമിയാണ് പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് പിടിച്ചത്. ആറുചാമിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇന്നലെയാണ് കരംപൊറ്റ സ്വദേശി സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിൽ മഴക്കെടുതികൾ തുടരുന്നു. 24 മണിക്കൂറിനിടെ 6 മരണം. പലയിടത്തും വെള്ളക്കെട്ട്. വൈദ്യുതി തടസ്സപ്പെട്ട് കുടുങ്ങിയ മോണോ റെയിലിലെ എല്ലാ യാത്രക്കാരെയും രക്ഷിച്ചു. ഇന്ന് മുംബൈയിൽ ഓറഞ്ച് അലർട്ട്. പയ്യന്നൂരിലെ ദേശീയപാതയിൽ മറിഞ്ഞ ഡീസൽ ടാങ്കർ ഉയർത്തി. അപകടമുണ്ടായത് ഇന്നലെ രാത്രി 10:15 വെള്ളൂർ കോത്തായി മുക്കിൽ. ടാങ്കറിൽ നിന്ന് ഡീസൽ ചോർന്ന് റോഡിലൊഴുകി. ഗതാഗതം പുനഃസ്ഥാപിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. അർഹിക്കുന്ന അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് അശ്വിൻ. IPL-ൽ മികച്ച പ്രകടനം നടത്തിയ ശ്രേയസ് 15-അംഗ സംഘത്തിൽ ഉൾപ്പെടാത്തത് അവിചാരിതം. അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ